മുഖ്യമന്ത്രി കർമ്മമാണ് ഇനി വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. അദ്ദേഹം ഓൺലൈനായി കർമ്മം ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. വയനാട് മാതൃക ടൗൺഷിപ്പിലെ ആദ്യത്തെ മാതൃകാ വീട്, ഫസ്റ്റ് മോഡൽ ഹൗസ്, അതിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. 430 ഇത്തരം വീടുകളാണ് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി 1000 ചതുരശ്ര അടി വീതം വിസ്തീർണത്തിൽ നമ്മൾ പണിയുന്നത്. ഇനി വയനാട് ടൗൺഷിപ്പിന്റെ പ്രോജക്ട് ഡീറ്റെയിൽസും അതുപോലെ സ്പോൺസർഷിപ്പിനുള്ള അവസരവുമുള്ള ഒരു പോർട്ടൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിൽ ലോഞ്ച് ചെയ്യുകയാണ്. പ്രോജക്ടിന്റെ എല്ലാ വിശദാംശങ്ങളും അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാനുള്ള അവസരവും നൽകുന്ന ഒരു സ്പോൺസർഷിപ്പ് പോർട്ടലാണ് ഇത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ അത് ലോഞ്ച് ചെയ്യുകയാണ്. ഈ പുനരധിവാസ പദ്ധതിയിൽ എല്ലാവർക്കും ലോകത്ത് എവിടെയിരുന്നും ഭാഗഭാക്കാവാനുള്ള അവസരം. ഇനി ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, നാം അനുഭവിച്ച വേദനക്കിടയിൽ ഇത്തരമൊരു ഘട്ടം എല്ലാവരിലും നല്ല വികാരം ഉണർത്തുന്ന സമയമാണ്. നമ്മുടെ നാടിൻ്റെ ഒരുമയുടെ കരുത്താണ് ഇന്നിവിടെ ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ജനങ്ങളാകെ സ്നേഹനിർഭരമായ സഹകരണം, യോജിപ്പ്, അതിലൂടെ അസാധ്യമെന്ന് പലരും കരുതുന്ന എന്തും സാധ്യമാക്കാനാക്കും എന്നതാണ് നമ്മുടെ അനുഭവം. ഇവിടെ വലിയൊരു ജീവകാരുണ്യ ദൗത്യമാണ് നാം ഫലവത്താക്കുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. കേരളം മാത്രമല്ല, രാജ്യത്തെ തന്നെ കണ്ണീരിൽ മുക്കിയ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെ ദുരന്തമുണ്ടായിട്ട് ഒരു വർഷമായിട്ടില്ല, 8 മാസങ്ങളാവുന്നു. ഈ ഘട്ടത്തിൽ നാം പുനരധിവാസ ശിലാസ്ഥാപനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് താമസം വന്നതിൻ്റെ കാര്യങ്ങൾ നേരത്തെ ബഹുമാന്യനായ അധ്യക്ഷൻ റവന്യൂ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടൊരു കാര്യമുണ്ടായിരുന്നു. ദുരന്തമുഖത്ത് പുനരധിവാസം നമ്മളെല്ലാം പ്രധാനമായി കണ്ടു. ആ കാര്യത്തിൽ വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക്
ഇതേവരെ ഒന്നും ലഭിച്ചില്ല. ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ. കിട്ടിയത് വായ്പാ രൂപത്തിലുള്ള തീർത്തും അപര്യാപ്തമായ തുകയാണ്. വായ്പയാകുമ്പോൾ തിരിച്ചടക്കേണ്ടതാണല്ലോ. കേന്ദ്ര സഹായത്തിൻ്റെ അഭാവത്തിലും നാം അഭൂതപൂർവമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി മുൻപോട്ട് പോയി. എല്ലാവരും അതുമായി സഹകരിക്കാനും തയ്യാറായി. ഈ പദ്ധതി നാം ഏറ്റെടുത്തത് നമ്മുടെ നാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. വലിയ മഹാമാരികളിലൂടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട മഹാപ്രളയത്തിലൂടെ കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെയുള്ള നിലയിലാണ്. സ്വാഭാവികമായും ഈ ഘട്ടം ഉണ്ടാക്കുന്ന സാമ്പത്തിക ഞെരുക്കം അത് ആ സാമ്പത്തിക ഞെരുക്കം പോലും ബാധകമാവാത്ത നിലയിൽ നമുക്ക് ഈ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായി. അതും മറ്റൊരു അപൂർവതയാണ്. സാധാരണ നിലക്ക് അസാധ്യമെന്ന് കരുതുന്ന, ദുഷ്കരമെന്ന് കരുതുന്ന ഈ അസാധാരണ ദൗത്യം വയനാടിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് പുനരധിവാസം ഒരുക്കുകയാണ് കേരളം ഒന്നിച്ചു നിന്നുകൊണ്ട്. അവരുടെ വീടിനുള്ള തറക്കല്ല് ഇടൽ കർമ്മമാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. പ്രിയങ്ക ഗാന്ധി MP അടക്കം പ്രധാനപ്പെട്ട മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക്